പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അഗ്നി ഇരുമ്പിനെ ബലഹീനമാക്കുമോ ബലപ്പെടുത്തുമോ? ബലപ്പെടുത്തുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അഗ്നിസമമായ ചില സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മെ ബലഹീനമാക്കുകയല്ല ചെയ്യുന്നത്, പകരം ബലപ്പെടുത്തും. ആ ഒരു പ്രക്രിയയിലൂടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. 1, ശുദ്ധീകരിക്കും. അഗ്നി ശുദ്ധീകരിക്കും. 2, രൂപാന്തരപ്പെടുത്തും. തീ പോലുള്ള സാഹചര്യങ്ങൾ എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. 3, പുതുക്കും. അതെ, അഗ്നിസമമായ പ്രതികൂലങ്ങൾ നമ്മളിൽ പുതുക്കമുളവാക്കും. അതെ, ഓരോ അഗ്നി പോലുള്ള ചൂടേറിയ അനുഭവങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതാ. ശരിയല്ലേ? അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമില്ലേ, അപ്പാ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒത്തിരി അനുഭവങ്ങളില്ലേ? അതെ, ആ ചൂടേറിയ അനുഭവങ്ങളിൽ നാം പോലും അറിയാതെ നാം ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. 2, രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നാം അസാധാരണമായി മാറ്റപ്പെടും. ഭയങ്കര രൂപാന്തരം നമ്മളിൽ സംഭവിക്കും. നമുക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ, നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മളുടെ ജീവിത രീതിയിൽ, സംസാര ശൈലിയിലൊക്കെ വലിയ മാറ്റങ്ങൾ, രൂപാന്തരം സംഭവിക്കും. 3, ഈ ശുദ്ധീകരണവും രൂപാന്തരവും ഒക്കെ കാരണം നമ്മളുടെ ജീവിതം പുതുക്കം പ്രാപിക്കും. ഒരു പുതിയ വ്യക്തിത്വമായി പണിയപ്പെട്ട് പുറത്തു വരും. ആയതുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൽ വന്നിരിക്കുന്ന അഗ്നിസമമായ പ്രതികൂലങ്ങളിൽ, ശോധനകളിൽ, സാഹചര്യങ്ങളിൽ മനം മടുത്തു പോകരുത്. ധൈര്യമായിട്ട് നിൽക്കുക, ഉറപ്പോടെ നിൽക്കുക. ചില ശുദ്ധീകരണവും ചില രൂപാന്തരങ്ങളും പുതുക്കവുമൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുക. അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല ചൂട്, തീ. ഇതൊന്നും ഞങ്ങൾക്ക് മാനുഷികമായി സഹിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിലെ അശുദ്ധിയൊക്കെ ഇപ്പോൾ ചാരമായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിൽ വലിയ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു ഡിവൈൻ ലൈഫ് സ്റ്റൈൽ അങ്ങ് ഞങ്ങളിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. യെസ് ലോർഡ്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പുതുക്കം പ്രാപിച്ച, കർത്താവിന് ഇഷ്ടപ്പെട്ട, അങ്ങയുടെ ഹൃദയത്തിനോട് ചേർന്ന ഒരു വ്യക്തിത്വമായി ഞങ്ങൾ പുറത്തു വരും എന്നും ഞങ്ങൾ അറിയുന്നു. ആയതുകൊണ്ട് ഒത്തിരി നന്ദി അപ്പാ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഓരോ അനുഭവങ്ങൾക്കും സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിൽ ആരും ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകരുതേ കർത്താവേ. ഈ ചൂടേറിയ അനുഭവങ്ങളിൽ അങ്ങയുടെ താങ്ങുന്ന കരം കൂടെയിരിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.